നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് INTUC-യുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ നടന്നു വരുന്നു. INTUC-യെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടന, ഭാരതത്തിൻ്റെ സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക, വ്യവസായ, കാർഷിക മേഖലകളിൽ വ്യാപകമായ തോതിലുള്ള തൊഴിലാളി വിന്യാസത്തിൽ ഭാരതത്തിൻ്റെ പുനഃസൃഷ്ടിക്കായി INTUC നടത്തുന്ന പങ്ക് നിസ്തുലമാണ്. എല്ലാവരും അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിനെ നയിക്കുന്ന ചേതോവികാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരതത്തിനോടുള്ള കടപ്പാടും പ്രതിബദ്ധതയും വിളിച്ചറിയിക്കുന്ന രാജ്യസ്നേഹപരമായ പ്രവർത്തനത്തിനോടൊപ്പം ഈ രാജ്യത്തെ തൊഴിലാളികളെയും കൂട്ടിയിണക്കി ഒരു ശക്തമായ ഭാരതത്തിൻ്റെ പ്രവർത്തനത്തിൽ സഹായിക്കുക എന്നുള്ളതാണ്. INTUC-യാണ് ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും വ്യാപിച്ചു കിടക്കുന്ന ഏക ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം. മഹാത്മാഗാന്ധി ആരംഭിച്ച ഈ പ്രസ്ഥാനം സമാധാനത്തിലും സാഹോദര്യത്തിലും ജനാധിപത്യത്തിലും സർവോപരി ഉൽപാദനക്ഷമതയിലും ഊന്നി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഉൽപാദനക്ഷമത കാലോചിതമായി പരിഷ്കരിക്കുകയും രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ഉത്തരവാദിത്ത ബോധമുള്ള പ്രവർത്തനത്തിൽ കൂടി കൃത്യമായി ജോലി ചെയ്യുക, കണിശമായി കണക്ക് പറഞ്ഞ് ശമ്പളം വാങ്ങുക എന്നുള്ള ഒരു തത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. INTUC-യെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൻ്റെ പുരോഗതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി നാളിതുവരെയുള്ള നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിന് നൽകിയിട്ടുള്ള പാഠം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ INTUC പ്രസ്ഥാനവും അഖിലേന്ത്യാ INTUC പ്രസിഡന്റ് ഡോക്ടർ G. സഞ്ജീവ് റെഡ്ഡിയും അതുപോലെ തന്നെ സംസ്ഥാന ഘടകങ്ങളും എല്ലാ മേഖലയിലും ഈ ഒരു ഉത്തരവാദിത്ത ബോധം വളർത്തിയെടുക്കുന്നതിനും ഈ രാജ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടിയുള്ള കഠിനമായ അധ്വാനത്തിലാണ്. ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ ഒരുപക്ഷെ ലോകത്തിന് മാതൃകയായി തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ശക്തിയായി, ചാലക ശക്തിയായി പ്രവർത്തിച്ചിട്ടുള്ളത് INTUC തന്നെയാണ്. ഒരുപക്ഷെ ലോകത്ത് ഏത് രാജ്യങ്ങൾ പരിശോധിച്ചാലും ഇന്ത്യയിലുണ്ടായിട്ടുള്ളതുപോലെ തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമനിർമ്മാണങ്ങൾ, ലേബർ പ്രൊട്ടക്റ്റീവ് റൂൾസ് മറ്റൊരു രാജ്യത്തും ഇത്രമാത്രം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനവും തമ്മിലുള്ള ശക്തമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഭരണകൂടങ്ങൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ, ആ നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ, നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ അപാകതകൾ, നിയമങ്ങൾ നടപ്പാക്കിയെന്ന് ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ തെറ്റുകൾ, ഇതെല്ലാം സമയാസമയങ്ങളിൽ ചൂണ്ടിക്കാണിക്കാനും രാജ്യത്തിൻ്റെ തൊഴിലാളികളെ നേർവഴിക്ക് നടത്തി ഈ സമൂഹത്തിനും രാജ്യത്തിനും അനുഗുണമാക്കി മാറ്റുന്ന കഠിനമായൊരു ദൗത്യമാണ് INTUC എല്ലാ കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാന INTUC-യെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഓരോ 5 വർഷവും മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനമേറെയുള്ള ഒരു പ്രദേശം എന്നുള്ള നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരുത്തി വെക്കുന്ന നെഗറ്റീവായിട്ടുള്ള, ഒരുപക്ഷെ രാജ്യ പുരോഗതിക്ക് തന്നെ തടസ്സം നിൽക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾക്കും അവരുടെ ചിന്താഗതികൾക്കും കേരള സമൂഹം കൊടുക്കേണ്ടി വന്നിട്ടുള്ള വില വലുതാണ്. ആ പോരായ്മകൾ നികത്തിയെടുക്കുന്നതിന്, അത്തരത്തിലുള്ള ക്ഷീണം കേരളത്തിനുണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിയെടുക്കുന്നതിന് തൊഴിലാളികളെ സജ്ജരാക്കുന്ന ജോലി കൂടി കേരളത്തിൽ അധികമായി INTUC-യുടെ ചുമലിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഗവൺമെൻറ്റുകൾ മാറി വരുമ്പോൾ തൊഴിലാളി സംഘടനകളുടെ സമീപനത്തിൽ മാറ്റം വരുന്നതും, ഗവൺമെൻറ്റുകൾ മാറി വരുമ്പോൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുന്നതും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാലും തൊഴിലാളികളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിയുടെ ഭാഗത്ത് നിലപാട് കർശനമായി എടുക്കാനും അത് സ്ഥിരമായി നിലനിർത്തി മുന്നോട്ട് പോകാനും ഉള്ള ഉത്തരവാദിത്തം INTUC എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ തൊഴിലാളി ക്ഷേമ പ്രവർത്തനങ്ങൾ താറുമാറാക്കുകയും
തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കാതിരിക്കുകയും എല്ലാ മേഖലകളിലും തൊഴിലാളി ശബ്ദം ഉയരാൻ അനുവദിക്കാതിരിക്കുകയും CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ പോലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയാതെ, ഡിമാൻഡുകൾ ഉയർത്താതെ, വേണ്ടി വന്നാൽ സമരം പോലും ചെയ്യാതെ മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ ഏത് ഗവൺമെൻറ് അധികാരത്തിലിരുന്നാലും, അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇരുന്നാലും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇരുന്നാലും അഭിപ്രായങ്ങൾ ശക്തമായി രേഖപ്പെടുത്തുവാനും അതിനുവേണ്ടി വാദിക്കുന്നതിനും അതിനുവേണ്ടി വരുന്ന സമര പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിനും INTUC ഒരിക്കലും മടിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ദേശീയ അടിസ്ഥാനത്തിൽ ദേശീയ ഗവൺമെൻറ് കൊണ്ടുവരുന്ന പദ്ധതികൾ രാജ്യത്ത് തന്നെ വൻപിച്ച സാധാരണക്കാരനെ ലക്ഷ്യമാക്കിയുള്ള പദ്ധതികൾ, ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്ന വൻകിട പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുമ്പോൾ ആ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാനും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ആ പദ്ധതിയെ നടപടികളാക്കി ഈ രാജ്യത്തിൻ്റെ പുരോഗതിയോടൊപ്പം ചേർക്കാനും INTUC മുൻകൈയെടുക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിൽ ആരംഭിച്ചിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നെ ഇന്ത്യയിൽ കേരള സംസ്ഥാനത്ത് മാത്രമാണ് ട്രേഡ് യൂണിയൻ രംഗത്ത് INTUC ശക്തമായി ഓരോ പഞ്ചായത്തുകൾ തോറും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. 14 ജില്ലകളിലും ഒറ്റ യൂണിയൻ എന്നുള്ള നിലയിൽ ഈ തൊഴിലാളി സംഘടന രൂപീകരിക്കാനും ഏതാണ്ട് 4 ലക്ഷത്തിലധികം മെമ്പർഷിപ്പ് ആ മേഖലയിൽ സജ്ജീകരിക്കുവാനും INTUC കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ അധ്വാനം, കൂടുതൽ ആനുകൂല്യം എന്നുള്ള ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യം മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കേരള സംസ്ഥാന INTUC മുന്നോട്ട് പോകുന്നത്. 2009 ഒക്ടോബർ 9 മുതൽ 12 വരെ എറണാകുളത്ത് നടന്ന 29ാമത് ദേശീയ പ്ലീനറി സമ്മേളനത്തിലെ ഏറ്റവും ആകർഷകമായ മുദ്രാവാക്യം തന്നെ INTUC സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വെച്ച കൂടുതൽ അധ്വാനം, കൂടുതൽ ആനുകൂല്യം എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ്. അന്തർദേശീയ തൊഴിലാളി സംഘടനയടക്കം വിദേശ രാഷ്ട്ര പ്രതിനിധികളടക്കം വളരെ കൗതുകത്തോടും താല്പര്യത്തോടും വിശകലനം ചെയ്ത ഈ മുദ്രാവാക്യം വളരെ അർത്ഥവത്താണ് എന്ന് ഇപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ജോലി എടുക്കാതെ പണം പറ്റുന്നു എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലും ആക്ഷേപമുള്ള നോക്കുകൂലി സമ്പ്രദായത്തിനെതിരായി ശക്തമായ നിലപാടെടുക്കാൻ INTUC പ്രതിജ്ഞാബദ്ധമാണ്. പണിയെടുക്കാതെ ഒരു തൊഴിലാളിയും കൂലി വാങ്ങാൻ, ശമ്പളം വാങ്ങാൻ, ആനുകൂല്യം വാങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് INTUCയുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ INTUC പ്രസ്ഥാനം തൊഴിലാളി മോചന യാത്ര നടത്തിക്കൊണ്ട് കേരളത്തിൽ അന്നുണ്ടായിരുന്ന ഇടതുപക്ഷ മുന്നണിക്ക് കൊടുത്ത നിവേദനത്തിൽ 25 ഇനങ്ങളായി കൊടുത്ത നിവേദനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തത് പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾക്ക് അടക്കം ഈ സമൂഹത്തിലെ, കേരളത്തിലെ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ സാധാരണക്കാരൻ്റെ ജീവിതമാർഗം അവന് അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി എല്ലാ മേഖലകളിലും ആശ്വാസ വേതന പദ്ധതി ആവിഷ്കരിക്കണമെന്ന പുതിയ ഒരു മുദ്രാവാക്യം INTUC കേരള സംസ്ഥാന കമ്മിറ്റിയാണ് മുന്നോട്ട് വെച്ചത്. അതിന്ന് കേരളത്തിലെ ഗവൺമെൻറ് ഓർഡറായി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷകരമായ വസ്തുതയാണ്. അപ്പോൾ എല്ലാ രംഗത്തും ആശ്വാസവേതന പദ്ധതി എന്ന് പറയുന്ന തരത്തിലായാലും, മിനിമം കൂലി പരിഷ്കരിക്കുന്നതിലായാലും, ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലായാലും, ക്ഷേമ പദ്ധതികൾ കൂടുതൽ ആകർഷകമായി പരിഷ്കരിക്കുന്നതിനായാലും, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിനായാലും, കൂടുതൽ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ തൊഴിലാളി കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാലും, കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾ തൊഴിലാളികളുടെ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാലും INTUC വളരെ കാര്യമായി കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ INTUC പ്രസ്ഥാനം വളരെ ശക്തമായി അടുത്ത 2012 നടക്കാൻ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്ന വെരിഫിക്കേഷന് പ്രാപ്തമാക്കുന്ന രീതിയിൽ INTUCയുടെ ഓരോ സംഘടനകളെയും ഓരോ യൂണിയനുകളെയും ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിന് അതുവഴി റീജിയണൽ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ, സംസ്ഥാന കമ്മിറ്റി അടക്കം എല്ലാ മേഖലയിലും ശക്തമാക്കിയെടുക്കുന്നതിന് അച്ചടക്കത്തോടുകൂടി, സംഘടനാപരമായ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു സ്ഥാപനത്തിലും ഒരു മേഖലയിലും INTUCക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരൊറ്റ യൂണിയൻ എന്നുള്ള ഒരാശയം നടപ്പാക്കിയെടുക്കുന്നതിനുള്ള തീവ്രമായ പദ്ധതിയിലാണ് INTUC മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ തൊഴിലാളി രംഗത്ത് ഒരു കാലഘട്ടം മുഴുവൻ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ,
അവരെക്കുറിച്ചുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ, അവരുടെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിരുന്ന രാജ്യവിരുദ്ധ അല്ലെങ്കിൽ പുരോഗമനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഒരു ചേതോവികാരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആകൃഷ്ടരായതിൻ്റെ പേരിൽ ഈ രാജ്യത്തിനോടുള്ള വ്യത്യസ്തമായൊരു നിലപാട്, ഇതെല്ലാം മാറ്റിയെടുക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളാണ് INTUC ആവിഷ്കരിച്ചു വരുന്നത്. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത, ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ട ഗാന്ധിയൻ തത്വശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് ജാതിയുടെയും മതത്തിൻ്റെയും വർഗീയതയുടെയും അതിർവരമ്പുകളില്ലാതെ തൊഴിലാളി എന്ന ഒറ്റ താല്പര്യത്തിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഈ തൊഴിലാളി സംഘടനയോടൊപ്പം നിർത്തിക്കൊണ്ട് കേരളത്തിന് വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചു വരുന്നത്. INTUC ആരംഭിക്കുന്ന വെബ്സൈറ്റ് തീർച്ചയായിട്ടും ആധുനിക യുഗത്തിൽ ഒരു തൊഴിലാളി സംഘടനയ്ക്ക് എന്തൊക്കെ അത്യാവശ്യമാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഉണ്ടാകേണ്ടത്, എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ആവശ്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് INTUC സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിനും ഇൻ്റർനെറ്റും ഫാക്സും മറ്റ് ആധുനിക കമ്മ്യൂണിക്കേഷൻ സമ്പ്രദായങ്ങളുമെല്ലാം ചിട്ടപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ INTUC പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകുമ്പോൾ രാജ്യത്തും ലോകത്തുമുണ്ടാകുന്ന മാറ്റങ്ങളും പ്രതിഫലനങ്ങളും തൊഴിലാളി മേഖലയിൽ, വാണിജ്യ മേഖലയിൽ, വ്യവസായ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ വരുന്ന വൻപിച്ച മാറ്റങ്ങൾക്ക്, ആഗോളവൽക്കരണ സാഹചര്യത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് എല്ലാം തക്കതായ സമയത്ത് ഇടപെടുന്നതിന് വേണ്ടി INTUC കേരള സംസ്ഥാന കമ്മിറ്റിക്ക് സ്വന്തമായി ഒരു വെബ്സൈറ്റ് ഉണ്ടാകണമെന്നുള്ള എല്ലാ ആളുകളുടെയും ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വെബ്സൈറ്റ് രൂപപ്പെടുത്തി വരികയാണ്. ഈ വെബ്സൈറ്റിൻ്റെ പ്രവർത്തനം നാളുകളിലെ കേരളത്തിലെ തൊഴിലാളി വർഗത്തിന്, പ്രത്യേകിച്ചും ലോകത്തെ തൊഴിലാളി വർഗവുമായി സംവദിക്കുന്നതിന്, ലോകത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നതിന്, അന്തർദേശീയ തൊഴിലാളി സംഘടനയുമായി അവരുടെ പരിപാടികളുമായി ബന്ധപ്പെടുന്നതിന്, ഐക്യരാഷ്ട്രസഭയുടെ തൊഴിലാളി മേഖലകളുമായി സമീപനങ്ങളുമായി ബന്ധപ്പെടുന്നതിന്, അതുപോലെ തന്നെ രാജ്യത്തെ മറ്റ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്നതിനൊക്കെ ഈ വെബ്സൈറ്റ് ഉപയോഗിക്കുകയും ഈ വെബ്സൈറ്റ് മുഴുവൻ ആളുകൾക്കും പ്രാപ്യമായ നിലയിൽ, എല്ലാവർക്കും ഈ വെബ്സൈറ്റ് പ്രയോജനപ്പെടുത്തുന്ന നിലയിൽ വിപുലമായ തോതിലുള്ള ഇൻഫർമേഷൻ ഡാറ്റ കൊടുത്തുകൊണ്ടാണ് ഈ വെബ്സൈറ്റ് രൂപം കൊടുക്കുന്നത്. ഈ വെബ്സൈറ്റിനോട് എല്ലാവരും സഹകരിക്കണം, ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട്, അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ